Sangha Fashion, the bridal destination, Tirur. തെരഞ്ഞെടുപ്പ് പന്തയത്തിൽ തോറ്റ CPM പ്രവർത്തകനായ ക്ഷീരകർഷകൻ തന്റെ കറവ പശുവിനെ മുസ്ലിം ലീഗ് പ്രവർത്തകന് നൽകി വാക്ക് പാലിച്ചു. LDFന് തുടർഭരണം നഷ്ടമായാൽ തന്റെ കറവ പശുവിനെ നൽകാമെന്നായിരുന്നു നിറമുതൽ പത്തമ്പാട് സ്വദേശിയായ കെ മഹേഷ് പറഞ്ഞിരുന്നത്. വെട്ടം പഞ്ചായത്തിലെ കാനൂർ സ്വദേശിയായ കുന്നത്തെ മുസ്തഫയോടായിരുന്നു പന്തയം. നിറമുതൽ പത്തമ്പാട് സ്വദേശിയായ കെ മഹേഷ് CPM അനുഭാവിയാണ്. ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന നേട്ടങ്ങളും വോട്ടായി മാറുമെന്നും ഇടതുപക്ഷ സർക്കാർ മൂന്നാമത് ഭരണത്തിലേറുമെന്നും അല്ലാത്തപക്ഷം തന്റെ കറവ പശുക്കളിൽ ഒന്നിനെ സുഹൃത്തായ മുസ്ലിം ലീഗ് പ്രവർത്തകൻ കുന്നത്തെ മുസ്തഫയ്ക്ക് നൽകാമെന്നായിരുന്നു പന്തയം. 5 കറവ പശുക്കളിൽ ഏതിന് വേണമെങ്കിലും നൽകാമെന്നും മഹേഷ് പറഞ്ഞിരുന്നു. മുസ്തഫയും ക്ഷീരകർഷകനാണ്. UDFന് ഭരണം ലഭിച്ചില്ലെങ്കിൽ തന്റെ കറവ പശുവിനെ നൽകാമെന്ന് മുസ്തഫയും പന്തയം വെച്ചു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ മഹേഷ് മുസ്തഫയെ ഫോണിൽ വിളിച്ച് പറഞ്ഞ വാക്ക് പാലിക്കുന്നുവെന്നും പശുവിനെ നൽകാമെന്നും പറഞ്ഞു. ഞാൻ CPMന്റെ ഒരു പാർട്ടി മെമ്പറാണ്. ഞങ്ങൾ മുസ്തഫാക്ക ഞാൻ സുഹൃത്തുക്കളാണ്. പഴയ കച്ചവടമൊക്കെ ഉള്ള ലെവലാണ്. അപ്പോൾ ഞങ്ങളൊരു ബെറ്റ് വെച്ചാണ് UDF ഭരണത്തിൽ വന്നാൽ മുസ്തഫാക്കാൻ്റെ തൊട്ടിന് 5 പശുവിലൊരു പശുവിനെ ഞാൻ അയക്കുന്നു. LDF ഭരണത്തിൽ വന്നാൽ എൻ്റെ തൊഴുത്തുനിന്ന് മുസ്തഫാക്കാക്ക് 5 പശുവുണ്ട്, അതിൽ ഇഷ്ടപ്പെട്ടതിന് അയക്കാമെന്നാണ്. അപ്പോൾ UDF ഭരണത്തിൽ വന്ന് മുസ്തഫാക്കാക്ക് ഞാൻ എൻ്റെ പശുവിനെ കൊടുത്തിട്ടുണ്ട്. മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട പശുവിനെയാണ് ഞാൻ അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഞങ്ങളെ ബെറ്റ്. ഞാൻ എൻ്റെ കാര്യം നിറവേറ്റിക്കണ്. ഇതിനെപ്പറ്റി പറയാനുള്ളൂ. പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. ഞാനൊരു CPM പ്രവർത്തകനാണ്. ആ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. മഹേഷിന്റെ വീട്ടിലെത്തിയ മുസ്തഫയോട് തൊഴുത്തിലെ കറവ പശുവിൽ ഒന്നിനെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞു. മുസ്തഫ 4 വയസ്സ് പ്രായമുള്ള കറവ പശുവിനെയാണ് കൂട്ടത്തിൽ നിന്നും തെരഞ്ഞെടുത്തത്. ഞാനൊരു ലീഗുകാരനാണ്. UDFന് അധികാരം കിട്ടിയാൽ മഹേഷിൻ്റെ ഒരു പശുവിനെ എനിക്ക് തരാമെന്നും എൻ്റെ ഒരു പശു ഇടത് മുന്നണിക്ക് ഭരണം കിട്ടിയാൽ കൊടുക്കാമെന്നും ആണ് ഞങ്ങൾ ബെറ്റ്. അങ്ങനെ ഞങ്ങൾ ആ ബെറ്റ് പാലിച്ച് മഹേഷ് എനിക്ക് പശുവിനെ തന്ന് ഞാൻ ഇവിടെ കൊടുന്ന് ഇറക്കി. ഞാൻ ലീഗുകാരനാണ്. കുന്നത്ത് സെഫീഖിൻ്റെ വാപ്പയാണ്. സെഫീഖ് തിരൂർ നിയോജക മണ്ഡലം സെക്രട്ടറിയാണ്. ഭരണം പോകും നമ്മൾ വിചാരിച്ചിട്ടില്ല. എന്നുവെച്ചാൽ നമ്മൾ ചെയ്ത വികസനമാണ് നമ്മൾ വോട്ടായി മാറുന്നു വിചാരിച്ചത്. അതിൻ്റെ പേരിലാണ് നമുക്ക് തുടർഭരണം കിട്ടും എന്നുള്ളതിലാണ് നമ്മൾ ബെറ്റൊക്കെ വെച്ചത്. ജനങ്ങൾ മാറി ചിന്തിച്ച് അതെന്താണെന്ന് ഞങ്ങൾ പഠിച്ച് ഞങ്ങൾ വീണ്ടും ഭരണത്തിലേക്ക് വരാനുള്ള പണി തുടങ്ങും. ഇത്രേ അതിനെപ്പറ്റി പറയാനുള്ളൂ. പശുവിന് 65,000 രൂപ വില വരും. 2 സമയങ്ങളിലായി 16 ലിറ്റർ പാല് ചേർത്തുമെന്നും മഹേഷ് പറഞ്ഞു. UDFന് ഭരണം ലഭിക്കുന്ന പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും ഇത്രയേറെ സീറ്റുകൾ കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നില്ലെന്നും മുസ്തഫ പറഞ്ഞു. ഞാനൊരു 85 സീറ്റ് വരെയൊക്കെ കിട്ടുമെന്നാണ് വിചാരിച്ചത്. അതിപ്പോൾ 102 സീറ്റ് കിട്ടി. ഇനി അവർ 5 കൊല്ലം നന്നാക്കി ഭരിക്കട്ടെ. വീണ്ടും പിന്നെ നോക്കാൻ ഭരണം കിട്ടിയ ദിവസം അതാണ് എൻ്റെ ധൈര്യമായിരുന്നു. യൂത്ത് ലീഗ് തിരൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷഫീഖ് കുന്നത്തിന്റെ പിതാവാണ് മുസ്തഫ.